إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഭൂമിയിൽ മനുഷ്യവാസത്തോളം പഴക്കമുണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്. മനുഷ്യർ ഭൂമിയിൽ താമസം ആരംഭിച്ചത് മുതൽക്ക് തന്നെ എങ്ങനെ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന്, എന്താണ് നന്മ, എന്താണ് തിന്മ, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, ഏതാണ് ഹക്ക്, ഏതാണ് ബാത്തിൽ, ഏതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം, ഏതാണ് നരകത്തിലേക്കുള്ള വഴി എന്ന് കൃത്യമായി അറിയിക്കുന്ന നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഹവ്വാ ബീവിയെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ, എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തിയാൽ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ആ സന്മാർഗത്തെ ആര് ഫോളോ ചെയ്യുന്നോ അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ യാതൊരു നിലക്കും ഒരു ദുഃഖവും അവർക്കൊരു വ്യസനവും ഉണ്ടാവേണ്ടതില്ല. ഈ മാർഗം സ്വീകരിക്കുക വഴി വഴികേടിലേക്ക് അകപ്പെടാതെ യാതൊരു നിലക്കുള്ള ദൗർഭാഗ്യവും അനുഭവിക്കാതെ സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നന്മയുടെ പാതയിൽ രക്ഷയുടെ മാർഗത്തിൽ മുന്നോട്ട് പോകാമെന്ന് വിശുദ്ധ ഇസ്ലാം അള്ളാഹുവിന്റെ വഹി വന്നു. സൂറത്തു ത്വാഹയിൽ, സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. സൂറത്തു ത്വാഹയിൽ പറഞ്ഞു ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തിയാൽ ഫമനിത്തബഅ ഹുദായ, എന്റെ സന്മാർഗത്തെ ആര് പിന്തുടരുന്നുവോ ഫലാ യളില്ലു വലാ യഷ്ഖാ, അവർ വഴിതെറ്റുകയില്ല, വഴികേടിലാവുകയില്ല, അവർക്ക് ദൗർഭാഗ്യം യാതൊരു നിലക്കും ഉണ്ടാവുകയില്ല എന്ന്. നോക്കൂ സഹോദരങ്ങളെ, അപ്പൊ ഈ ഒരു മാർഗമാണ് ജീവിത വിജയത്തിന്റെ മാർഗം. ഈ മാർഗം സ്വീകരിക്കുക, അള്ളാഹുവിന്റെ സന്മാർഗം, ആ ഒരു ഹുദ ഇസ്ലാം. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു നിശ്ചയിച്ച മാർഗം അതാണ് ഇസ്ലാം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ഇതല്ലാത്ത ഒരു മാർഗം ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കുകയില്ല. ശാശ്വതമായ സൗഭാഗ്യത്തിന്റെ വഴി ഇസ്ലാമാണ്. ഈ വഴി വിട്ടുകൊണ്ട് മറ്റു മാർഗം ആരെങ്കിലും ആഗ്രഹിച്ചു പോകുന്നുവെങ്കിൽ സഹോദരങ്ങളെ, അത് പരാജയമാണ്, അത് നഷ്ടമാണ്, അതിന് കാരണമാകും. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നുണ്ട്, അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഞങ്ങൾക്ക് അല്ലാഹു ഇസ്സത്ത് നൽകിയത്, പ്രതാപം നൽകിയത്, ഞങ്ങൾക്ക് പേഴ്സണാലിറ്റി, വ്യക്തിത്വം നൽകിയത്
അത് ഇസ്ലാമാണ്. ഇസ്ലാം കൊണ്ടാണ്. പരസ്പരം അങ്ങേയറ്റത്തെ എല്ലാ ജാഹിലിയത്തും അധാർമിക പ്രവർത്തനങ്ങളും നടമാടിയിരുന്ന ഒരു കാലത്ത് ഞങ്ങൾക്ക് ലോകത്തിന് മാതൃകയായി ഞങ്ങളെ മാറ്റിയത് ഇസ്ലാമാണ്, ഇസ്ലാമിന്റെ കൾച്ചറാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇസ്ലാം അല്ലാത്തത് കൊണ്ട് ആരെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് ഇസ്സത്ത് തേടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ നിന്ദ്യരാക്കും, ഇൻസൾട്ട് ചെയ്യും. സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യവും ഒരു സന്തോഷവും നമുക്കുണ്ടാവുന്ന പ്രതാപവും ഞാനൊരു മുസ്ലിമാണ് എന്ന ആ ഒരു കാര്യത്തിൽ ആരുടെ മുമ്പിൽ വഖാല ഇന്നനി മുസ്ലിം ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് ആരുടെ മുമ്പിലും ഉറക്കെ തല ഉയർത്തുന്ന പറയാനുള്ള ആ ഒരു വ്യക്തിത്വം, ആ ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം. ഒരാളെയും ഭയപ്പെടാതെ. ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ ഇസ്ലാമിനോളം പഴക്കമുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്? സൂര്യപ്രകാശത്തെ ഊതിക്കെടുത്താൻ വേണ്ടി, അത് മറച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ. അതുപോലെയാണെന്ത് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിം, അവരുടെ വായകൾ കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നു. വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾ എത്ര വെറുപ്പുണ്ടായിരുന്നാലും ശരി, അല്ലാഹു അവന്റെ ഈ ഒരു പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതെ, ഏത് സ്ഥലങ്ങളിലും രാവും പകലും എത്തുന്ന ഏതിടങ്ങളിലും, കുടിലുകളിലും കൊട്ടാരങ്ങളിലും ഏത് നാടുകളിലും കടന്നു ചെല്ലും ഇസ്ലാം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അല്ലാഹുവാണ് ഈ ഹഖുമായി സത്യസന്ദേശവുമായി പ്രവാചകരെ നിയോഗിച്ചിട്ടുള്ളത്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, ഈ ലോകത്തുള്ള മുഴുവൻ പ്രത്യയ ശാസ്ത്രങ്ങളെക്കാളും ഏതു മതങ്ങളെക്കാളും അള്ളാഹുവിന്റെ ദീൻ, മനുഷ്യരുടെ സെറ്റാവായ റബ്ബിന്റെ ദീൻ, ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ, റബ്ബിൽ ശിർക്ക് വെക്കുന്നവരായ ആളുകൾ എത്ര വെറുപ്പുണ്ടായാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രോമിസ് നൽകിയതാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ബേജാറാവേണ്ടതില്ല. ആരെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കാൻ തുടങ്ങുമ്പോഴേക്ക് എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ എന്താണ് ആകെ ഇനി എന്താ ചെയ്യാ എന്നുള്ള ഒരു നിലക്കും ബേജാറാവേണ്ടതില്ല സഹോദരങ്ങളെ. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, നാമാണ് ഇതിറക്കിയിട്ടുള്ളത്. ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും ഇസ്ലാം ദീനിന്റെ ഏതെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടോ, ഏതെല്ലാം കൾച്ചർ ഉണ്ടോ, സംസ്കാരമുണ്ടോ, സ്വഭാവമുണ്ടോ, കർമ്മമുണ്ടോ, വിശ്വാസമുണ്ടോ, ഇത് അള്ളാഹുവാണ് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ബേജാറാവേണ്ടതില്ല. പിന്നെയോ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നമ്മൾ ഈ ഇസ്ലാമിന്റെ ഷിആറുകള് അത് ഉയർത്തിപ്പിടിക്കുന്നതിൽ നമുക്ക് ഇസ്സത്താണ് വേണ്ടത്. നമ്മൾ ഒരാളെ മുന്നിലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ് സഹോദരങ്ങളെ. ഏറ്റവും വലിയൊരു നിഅമത്താണ് ഈ ദീൻ എന്നുള്ളത്. അത് കൃത്യമായി നിർവഹിക്കാൻ ഇസ്ലാമിന്റെ ഷിആറുകളെ അഭിമാനപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുക, നെഞ്ചോട് ചേർത്ത് പിടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, ഇന്ന ലില്ലാഹി സുബൻ വ മനാറൻ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചില അടയാളങ്ങളുണ്ട്. ചില സ്ട്രീറ്റ് ലൈറ്റുകൾ പോലെ, ആളുകൾക്ക് ദിശ കാണിക്കാൻ, വഴി കാണിക്കാൻ വേണ്ടിയുള്ള മനാറുകൾ പോലെ, കമനാരി ത്വരീഖ്, വഴികളിലൊക്കെ വെളിച്ചം കാണിക്കുന്ന ചില ലൈറ്റുകൾ ഉണ്ടല്ലോ, അതുപോലെയുള്ള ചില ലൈറ്റുകളുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് അൻ തുഅ്മിന ബില്ലാഹി വലാ തുശ്രിക ബിഹി ശൈഅ, നീ അല്ലാഹുവിൽ വിശ്വസിക്കുക, അല്ലാഹുവിൽ യാതൊന്നിനെയും ശിർക്ക് വെക്കാതിരിക്കുക. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ. അതാണ് നമ്മുടെ അഖീദ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഒരു വിശ്വാസം. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ എന്റെ ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടി വേറൊരു ശക്തിയുമില്ല, വേറൊരു വ്യക്തിയുമില്ല, വേറൊരു ആരാധനയുമില്ല, അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന്. വഇഖാമിസ് സ്വലാ, നമസ്കാരം നിലനിർത്തണം. വഇതാഇ സക്കാ, സക്കാത്ത് നൽകണം. വസൗമു റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പെടുക്കണം. വഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല, സാധ്യമാകുന്ന ആളുകൾ മക്കയിൽ പോയി ഹജ്ജ് നിർവഹിക്കണം. വൽഅംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. വഅൻ തുസല്ലിമ അലാ അഹ്ലിക,
ഇദാ ദഖൽത അലൈഹിം, നിന്റെ വീട്ടിലേക്ക് നീ പ്രവേശിച്ചാൽ അവരോട് സലാം പറയണം. വഅൻ തുസല്ലിമ അലൽ ഖൗം ഇദാ മറർത ബിഹിം, നീ നിങ്ങളുടെ ആളുകളുടെ അരികിലൂടെ നടന്നു പോയാൽ വിശ്വാസികൾക്ക് സലാം പറയണം. അത് നിങ്ങളോട് പഠിപ്പിക്കപ്പെട്ട നിങ്ങളുടെ കൾച്ചറിന്റെ ഭാഗമാണ്. ഫമൻ തറക മിൻ ദാലിക ഷൈഅൻ, ഇതിൽ നിന്ന് ആരെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാൽ ഫഖദ് തറക സഹമൻ മിനൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്നുള്ള ഒരു ഷെയർ അവൻ അവോയ്ഡ് ചെയ്തു, ഉപേക്ഷിച്ചു. അതേ എന്നാൽ വമൻ തറകഹുന്ന, ഇതെല്ലാം ഈ പറയപ്പെട്ട കാര്യം, അല്ലാഹുവിലുള്ള ഈമാൻ, അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക, നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും അതേപോലെ സലാം പറയലും A to Z ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളിൽ ഓരോന്നും അതെല്ലാം ഒഴിവാക്കി ഇസ്ലാമിന്റെ ഷിയാറയില്ല, അയാളുടെ ജീവിതത്തിലില്ല, അയാളുടെ വീട്ടിലില്ല, കുടുംബത്തിലില്ല. ഒന്ന് സലാം പറയാന്, ഒന്ന് ബിസ്മി ചൊല്ലാന്, അതുപോലെ തന്നെ അവന്റെ വസ്ത്രധാരണത്തില്, അവന്റെ ഓഫീസില്, അവൻ മാർക്കറ്റിൽ, അവന്റെ കല്യാണത്തിൽ എവിടെയും ഒരു ഇസ്ലാമിന്റെ ഷിയാറില്ല എങ്കിൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫഖദ് വല്ലൽ ഇസ്ലാമ വഹുറ, അവനവന്റെ പിന്നിലേക്ക് ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒരിക്കലും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ ഇടവരരുത്. നമ്മളെ കൊണ്ട് ഇസ്ലാം തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കാരണം ആളുകളുടെ തെറ്റിദ്ധാരണ, മിസ്അണ്ടർസ്റ്റാൻഡിംഗ്, അത് നീക്കി കൊടുക്കാനാണ് സാധിക്കേണ്ടത്. നമ്മുടെ ഓഫീസുകളിൽ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ, നമ്മുടെ സമൂഹത്തിൽ കൂടെ ജീവിക്കുന്നവരിൽ ഇസ്ലാമിനെ കുറിച്ച് വല്ല തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് ക്ലിയറാക്കി കൊടുക്കാനുള്ള ഇൽമെങ്കിലും നമുക്ക് ഉണ്ടാവണം എന്നതാണ്. അങ്ങനെ ഉണ്ടോ? ആരെങ്കിലൊക്കെ പറയുമ്പോൾ ജിഹാദിനെ കുറിച്ചായിരുന്നാലും ഇസ്ലാമിൽ പർദ്ദ ധരിക്കുന്നതിനെ കുറിച്ചാലും താടി വെക്കുന്നതിനെ കുറിച്ചാൽ ആളുകളും സമൂഹവും സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ സഹോദരങ്ങളെല്ലാം അതാണ്. ഭക്ഷണ പാത്രത്തിലേക്ക് കൈകൾ നീളുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിന് നേരെ എല്ലാവരും തിരിയുന്ന ഒരു കാലം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അന്ന് ഞങ്ങൾ മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ വാൻതും കസീർ, നിങ്ങൾ ധാരാളം ആൾക്കാരുണ്ടാവും, പേരിന് മുസ്ലിങ്ങൾ കുറെ ഉണ്ടാവും. വലാകിന്നകും ഉസാഉൻ കഉസായിസിൽ, മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്ന ചപ്പ് ചവറുകളായിരിക്കും. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശത്രുക്കൾക്കിടയിൽ നിങ്ങളെക്കുറിച്ചുള്ള പേടി അത് എടുത്തു നീക്കും. നിങ്ങളുടെ മനസ്സിൽ വഹനിട്ട് തരും. എന്താ വഹന്? ഹുബ്ബുദ്ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള ഇഷ്ടവും മരണത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ സഹോദരങ്ങളെ, നിങ്ങളുടെ ഈമാൻ ദുർബലമാകും, നിങ്ങളുടെ ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിന്റെ സഹായികളായി ദീൻ എന്ത് പഠിപ്പിച്ചോ അത് മുറുകെ പിടിച്ച് ജീവിക്കുക. നമ്മുടെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കെല്ലാ വിശിഷ്ടമായതും അനുവദിച്ചു തന്നിട്ടുണ്ട്. അല്ലദീന യത്തബിഊന റസൂല നബിയൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലൊക്കെ പരാമർശിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ, ലോകത്തോട് കൽപ്പിച്ച കൽപ്പനകൾ അത് നന്മയാണ്, അത് മഅറൂഫാണ്, അത് സത്യമാണ്. വയൻഹാഹും അനിൽ മുൻകർ, നിങ്ങൾക്ക് ദോഷമാകുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം വിലക്കി വിരോധിച്ചു. ഏത് ചെറിയ മൈനോട്ട് പോയിന്റ് ആണെങ്കിലും ശരി, നിങ്ങൾക്ക് ദോഷമായ, നിങ്ങളുടെ ശരീരത്തിന് ഹാനികരമാണോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റ് അതുകൊണ്ടില്ലേ, അത് നിങ്ങളോട് വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, വിശിഷ്ടമായതെല്ലാം നിങ്ങൾക്ക് അനുവദിച്ചു, ഹലാലാക്കി. നിങ്ങൾക്ക് ദോഷകരമായതെല്ലാം, മ്ലേച്ഛകരമായ മുഴുവൻ കാര്യങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിഷിദ്ധമാക്കുകയും ചെയ്തു. വയളഉ അൻഹും ഇസ്റഹും വൽഅഗ്ലാൽ അല്ലതി കാനത് അലൈഹിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുന്ന ആ ഒരു ജനതയിൽ അവരുടെ പിരടികളെ ബന്ധിച്ചിരുന്നതായ ചെങ്ങലക്കെട്ടുകളെ അറുത്തുമാറ്റി, അതെല്ലാം നീക്കി. സ്വത്ത് വിഭജിക്കുന്ന കാര്യത്തിലായിരുന്നാലും അതുപോലെ തന്നെ പെൺകുട്ടികളോടുള്ള വിവേചനം കാണിക്കുന്ന വിഷയത്തിലായിരുന്നാലും എല്ലാം അവർക്ക് കാരുണ്യത്തിന്റെ നന്മയുടെ സന്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്നു നൽകിയത്. ഫല്ലദീന ആമനു ബിഹി, ആ മാർഗത്തെ, ആ റസൂലിന്റെ വഴിയെ, ഇസ്ലാമിനെ വിശ്വസിക്കുന്ന ആളുകൾ, വഅസ്സറുഹു വനസറുഹു, ആ പ്രവാചകനെ ശക്തിപ്പെടുത്താൻ, ആ പ്രവാചകനെ സപ്പോർട്ട് ചെയ്യാൻ, പിന്തുണക്കാൻ, ആ റസൂലിനെ സഹായിക്കാൻ, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചതായ വിശുദ്ധ ഖുർആനിൽ പിന്തുടരാൻ, അതിനെ ഫോളോ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. സഹോദരങ്ങളെ, അതാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്നതിൽ അഭിമാനമാണ്. അതെ, എനിക്ക് ഇസ്ലാമിന്റെ വസ്ത്രധാരണം സ്വീകരിക്കുന്നതിൽ, ഇസ്ലാമിന്റെ കൾച്ചർ എവിടെയും ഞാൻ
അത് ജനങ്ങൾക്കിടയിലാകുമ്പോഴും അതല്ല സ്വകാര്യ സന്ദർഭങ്ങളിലായിരുന്നാലും എവിടെയായിരുന്ന ഞാൻ ആ മുസ്ലിം വ്യക്തിത്വം അത് കാത്തു സൂക്ഷിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയാൻ അല്ലെ? അങ്ങനെ പറയാറില്ലേ? നമ്മൾ ഇന്ത്യക്കാരാണെന്നതിൽ അഭിമാനിക്കുന്നു, കേരളക്കാരാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നു. അങ്ങനെ ഓരോ അഭിമാനം ഉണ്ടെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീനാണ് അവന്റെ സംരക്ഷണം. ഞാനൊരു മുസ്ലിമാണെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ. എല്ലാ പുണ്യങ്ങളും സഹോദരങ്ങളെ ഇസ്ലാം കൽപ്പിച്ചതാണ്. വഅബ്ദുല്ലാ, ഇസ്ലാമിന്റെ ഒരു നന്മ മഹാസിനെ നോക്കൂ സഹോദരങ്ങളെ. ഒരാൾക്കും ഇന്നേ വരെ വിമർശിക്കാനും അത് ശരിയായില്ല ഇസ്ലാം അങ്ങനെ ചെയ്തത്, അങ്ങനെ പഠിപ്പിച്ചത് അത് ശരിയായില്ലെന്ന് പറയാൻ ലോകത്ത് ഇന്നേ വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. ധാർമ്മികമായ എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിച്ചു. സാമൂഹികമായ കുടുംബപരമായ എല്ലാ കാര്യങ്ങളിലും നന്മ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. അള്ളാഹുവിന്റെ കൽപ്പന സൂറത്തു നിസായിലെ 36-ാമത്തെ ആയത്ത്, വഅബ്ദുല്ലാഹ് വലാ തുശ്രികു ബിഹി ശൈഅ. നിങ്ങളുടെ ഒന്നാമത്തെ ബാധ്യത റബ്ബിനെ ഇബാദത്ത് ചെയ്യലാണ്, ശിർക്ക് ചെയ്യരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. എങ്ങനെ സഹോദരങ്ങളെ? ഏതൊരു ഗ്രന്ഥമുണ്ട് ഇങ്ങനെ ഇത്രത്തോളം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇത്രത്തോളം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ച വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫി ആമീൻ. നിങ്ങളെ 9 മാസം ഗർഭം ചുമന്ന, അതെ നിങ്ങൾക്ക് പാലൂട്ടി വളർത്തിയ നിങ്ങളുടെ മാതാപിതാക്കളെ അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്നുള്ള വസിയത്ത് പ്രപഞ്ച സൃഷ്ടാവിന്റെ സന്ദേശം. വഅബ്ദുല്ലാഹ് വലാ തുശ്രികു ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞെടുത്ത് വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ഏറ്റവും നന്മ ധാർമ്മികത ഇതാ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് ചിലർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്താ? ഇഷ്ടം പോലെ ആവാം, ആരുമായിട്ടും, തന്റെ മാതാവുമായോ അതല്ലെങ്കിൽ തന്റെ മക്കളുമായോ അതിനൊന്നും പ്രശ്നമില്ല. ഇങ്ങനെ ദീന് വിട്ട ആളുകൾക്ക്, ദീനില്ലാത്ത ആളുകൾക്ക് സ്വന്തം മക്കളുമായിക്കൊണ്ടും സ്വന്തം മാതാക്കളുമായിക്കൊണ്ടും ഒക്കെ തങ്ങളുടെ താല്പര്യങ്ങളും തങ്ങളുടെ ഇംഗിതങ്ങളും ഉപയോഗപ്പെടുന്നതിന് ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ ഒരു പ്രശ്നമല്ല എന്ന് പറയുന്ന ആളുകൾക്ക് എന്ത് ധാർമ്മികതയുള്ളത്? സഹോദരങ്ങളെ, ഇസ്ലാമല്ലാതെ പരിഹാരമില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവും. ഈ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അതിലുണ്ടെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ, നിങ്ങളുടെ കുടുംബക്കാർക്ക്, വൽ യതാമ വൽ മസാകിൻ വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബ്. കുടുംബക്കാർക്കുണ്ട്, അനാഥകൾക്കുണ്ട്, അയൽവാസികളോടുള്ള ബാധ്യതയുണ്ട്. കുടുംബ ബന്ധമുള്ളവർക്ക്, അകന്ന അയൽവാസികൾക്ക്, വഴിയാത്രക്കാരോട് പോലും എങ്ങനെ വർത്തിക്കണമെന്ന് ഇസ്ലാമിന്റെ സന്ദേശം. നോക്കൂ സഹോദരങ്ങളെ, അതാണ് ഇസ്ലാമിന്റെ നന്മ. അത് നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. അത് നമുക്ക് തിരിച്ചറിവുണ്ടായാലേ നമുക്കിതിൽ ഇസ്സത്ത് ഉണ്ടാവുള്ളൂ. അല്ലെ? നമുക്ക് തന്നെ ഒരു കോംപ്ലക്സ്, ആളുകൾ എന്താ വിചാരിക്കുക, അതുണ്ടെങ്കിൽ നമ്മൾ ഈമാൻ നമ്മുടെ ഖൽബിലേക്ക് പ്രവേശിച്ചിട്ടുള്ള യഥാർത്ഥത്തിൽ പൂർണ്ണമായി യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായി എൻട്രാവൂ. നമ്മൾ അങ്ങനെ ആയിട്ടില്ല. എന്താ? ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഒരു ഷെയ്മല്ലേ, ഇത് ആൾക്കാർ കണ്ടാൽ എന്താ വിചാരിക്കുക, അങ്ങനെ ചില ചെറുതാവട്ടെ ഒരു വിഷയം. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതിലൊരു ഇസ്സത്ത്, അഭിമാനം നമുക്കുണ്ടാവണമെന്നാണ് നമ്മൾക്ക് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം. അതാണ്, ഞാൻ മുസ്ലിമായിട്ടാണോ ജീവിക്കുന്നത്? ഞാൻ യഥാർത്ഥ മുസ്ലിമായിട്ടാണോ? നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ്. ഞാൻ ഈ ഉമ്മത്തിന് ഉപകാരപ്പെടുന്ന വ്യക്തിയാണോ? എന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം? ദീനുള്ളവർക്കും സഹോദരങ്ങളെ, ഈമാനുള്ളവർക്കൊക്കെ ഒരാൾക്ക് നന്മ ചെയ്യാൻ അവരുടെ മനസ്സിന് അലിവുണ്ടാവുകയുള്ളൂ. ആ ഈമാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന്, പരലോകത്തെ രക്ഷപ്പെടണമെന്ന്, സ്വർഗം ലഭിക്കണമെന്നൊക്കെ ഈമാനുള്ള ആളുകൾക്ക് അവർക്കാണ് അത് ആത്മാർത്ഥമായി ചെയ്യാൻ സാധിക്കുക. അങ്ങനെയൊന്നേ ഇല്ല. അങ്ങനെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. മണ്ണോട് മണ്ണ് ചേരുന്ന മണ്ണും എല്ലുകളായി തീർന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക്, അതിനെയൊക്കെ നിഷേധിക്കുന്ന ആളുകൾക്ക് തോന്നിയ പോലെ ഇവിടെ ജീവിക്കാം. മുശ്രിക്കുകൾ വന്ന് ചോദിച്ചു സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട്, ഖദ് അല്ലമകും നബിയുക്കും കുല്ല ഷൈഇൻ ഹത്തൽ ഖിറാഅ, നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്കെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ? എത്രത്തോളം എന്ന് വെച്ചാൽ ആദാബുൽ ഖലാ, എറ്റിക്വറ്റ്സ് ഓഫ് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള മര്യാദ. അജൽ, അതെ. ലഖദ് നഹാന അൻ നസ്തഖ്ബില അൽ ഖിബ്ലത വനസ്തദ്ബിറഹ ലിബൗലിൻ ഔ ഗായിത്തിൻ, മലമൂത്ര വിസർജനത്തിന് ഖിബ്ലക്ക് ഒഴിഞ്ഞ പ്രദേശമാണെങ്കിൽ ഖിബ്ലക്ക് മുന്നിടരുത്, പിന്നിടരുത് എന്ന് ഞങ്ങളോട് വിരോധിച്ചു. വനഹാന അൻ നസ്തൻജിയ ബിൽ യമീൻ, വലത് കൈകൊണ്ട് മലമൂത്ര വിസർജന ശേഷം ശുദ്ധീകരിക്കുന്നത് ഞങ്ങളോട് വിരോധിച്ചു. വെള്ളം കിട്ടിയില്ല എങ്കിൽ ഔ നഹാന അൻ നസ്തൻജിയ
ബിഅഖല്ല മിൻ 3 അഹ്ജാർ, മൂന്നിൽ കുറവ് കല്ലുകൾ കൊണ്ട് ശുദ്ധീകരിക്കുന്നത് ഞങ്ങളോട് വിരോധിച്ചു. വനഹാന അൻ നസ്തൻജിയ ബിറജിഇൻ ഔ അൽമിൻ, ഈ എല്ലുകൾ കൊണ്ട്, ഉണങ്ങിയ എല്ലുകൾ കൊണ്ടും അതുപോലെ തന്നെ ഈ മൃഗങ്ങളുടെ കാഷ്ടങ്ങൾ ഉണങ്ങിയത് അതുകൊണ്ടൊക്കെ മലമൂത്ര വിസർജനം കഴിഞ്ഞുകൊണ്ട് ശുദ്ധീകരിക്കുന്നത് ഞങ്ങളോട് വിരോധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, എത്ര സുന്ദരമായ ദീനാണ് അത്ത്ഹൂറു ശത്റുൽ ഈമാൻ. ഈമാനിന്റെ ഭാഗമായി, വിശ്വാസത്തിന്റെ ഭാഗമായി പഠിപ്പിച്ചു. നിങ്ങൾ മൂത്രമൊഴിക്കുമ്പോ നിന്നുകൊണ്ടാണ് മൂത്രമൊഴിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ വസ്ത്രത്തിലേക്ക് ഒരല്പം പോലും ആവുന്നത് ശ്രദ്ധിക്കണേ. നജസ് പഠിപ്പിച്ചു, ഇംപ്യൂരിറ്റി എന്ത് പഠിപ്പിച്ചു? നന്മ പഠിപ്പിച്ചു, എല്ലാ നന്മകളും. ഇസ്ലാമിന്റെ മഹാസിനുകൾ. സഹോദരങ്ങളെ, നമുക്ക് എത്ര സന്തോഷമാണ്, സമാധാനമാണ്. നമ്മൾ ചെയ്യുന്നതിലെല്ലാം നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമാണ്. അതെന്താ? ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അതിലൊരു ഇസ്സത്ത് നമുക്കുണ്ടാവണം. എന്റെ കുടുംബത്തിനും ഞാൻ ആ ഇസ്ലാമികമായ കൾച്ചർ, ഇസ്ലാമികമായ എറ്റിക്യൂട്ട്സ്, അതൊക്കെ ആ തെർബിയത്ത് ഞാൻ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അതല്ല നമ്മളും വെറും ഒരു നാമധാരി മുസ്ലിമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്റെ സമയം, എന്റെ വിലപ്പെട്ട സമയം, അത് ഞാൻ എന്തിന്, എങ്ങനെ ചെലവഴിക്കുന്നു എന്നതൊക്കെ നമ്മളോട് ചോദിക്കാനുള്ള ചോദ്യമാണ്. സഹോദരങ്ങളെ, ഇതിനൊക്കെ കഴിയണമെങ്കിൽ എന്ത് വേണം? അതിനൊക്കെ അടിസ്ഥാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടോ അവൻ ഈമാനിന്റെ സ്വീറ്റ്നെസ്, അതിന്റെ മാധുര്യം അവൻ അനുഭവിച്ചു എന്നാണ്. എന്താ? അള്ളാഹുവും റസൂലും എല്ലാത്തിനേക്കാളും തനിക്ക് പ്രിയപ്പെട്ടത്. അങ്ങനെയാവുന്നവർക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ നന്മകളൊക്കെ ജീവിതത്തിൽ ചേർത്ത് വെക്കാൻ സാധിക്കുന്നത് റബ്ബിനോടുള്ള ഇഷ്ടം. എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പർദ്ദയിട്ടാൽ, അതുപോലെ തന്നെ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നത്, താടി വെക്കുന്നത്, അതുപോലെ തന്നെ ഓരോന്നും അതാ 40 ദിവസത്തിൽ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ നഖവും നിങ്ങളുടെ കക്ഷരോമവും ഗുഹ്യരോമവും ഒക്കെ നിങ്ങൾ നീക്കം ചെയ്യുന്ന 40 ദിവസം കൂടുതലാവരുത് എന്ന് ഞങ്ങളോട് വഖച്ചലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ടൈം നിശ്ചയിച്ചു തന്നു. വൃത്തിയുടെ, നീറ്റ്നെസിന്റെ, ക്ലീൻനെസിന്റെ എല്ലാ നന്മയും സഹോദരങ്ങൾ ഒന്നും വിട്ടുപോയിട്ടില്ല എന്നതാണ് ഇതിന്റെ ധാർമ്മികത. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹിനോടും റസൂലിനോടും ദീനിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ കീപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുക, അള്ളാഹിന്റെ ദീനിന് വേണ്ടി ഇഷ്ടപ്പെടുക. എന്ത് നന്മയാണുള്ളത്? എന്റെ കൂട്ടുകാരൻ, എന്റെ ഫ്രണ്ട്, എന്റെ കൂടെയുള്ളവൻ, ഞാൻ സഹവസിക്കുന്ന എന്റെ കൂട്ടുകാരനിൽ എന്ത് ക്വാളിറ്റി ഉണ്ട്? അവനെ വിശ്വാസിയാണ്, ഈമാനുള്ളവനാണ്, 5 നേരം നിസ്കരിക്കുന്നവനാണ്, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവനാണ്. അവന് ഡ്രഗ്സിന് അഡിക്റ്റ് ആയവനല്ല, ഒരു അനാവശ്യ തോന്നിവാസം ചെയ്യുന്നവരല്ല, ഒരു ബാഡ് ഹാബിറ്റ്സ് ഉള്ളവനല്ല. പുകവലിക്കുന്നവനാണെങ്കിൽ പോലും അവരോട് കൈവിടണമെന്ന് സലഫുകൾ പഠിപ്പിച്ചു. അതെന്താ? തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തോട്, നന്മയോട് നിങ്ങൾ സഹകരിക്കൂ, പാപത്തോട്, ശത്രുതയോട് നിങ്ങൾ സഹകരിക്കരുത്. അത് കൊണ്ടുചെന്നെത്തിക്കുന്നത് എങ്ങോട്ടാണ് സഹോദരങ്ങളെ? അത് അധാർമികതയിലേക്കും മാത്രമല്ല മനുഷ്യനെ നശിപ്പിക്കുന്നതായ അവസ്ഥയിലേക്കാണ്. അതുകൊണ്ടാണ് ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, ഒരു ഈമാനുള്ളവനാണ് നിന്റെ കൂടെ നിൽക്കേണ്ടത്. വലാ യകുൽ തആമക ഇല്ലാ തഖി, ഒരു തഖ്വയുള്ളവനല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കരുത്. നമുക്കൊരു ചായ കുടിക്കാൻ പോവാ, നമുക്കൊരു ഡിന്നറിന് പോവാ, ഒരു ലഞ്ചിന് പോവാ, ആരെ കൂട്ടിക്കൊണ്ടു പോകണം? ഈമാനുള്ള, നിസ്കരിക്കുന്ന, അള്ളാഹിനെ ഭയപ്പെടുന്ന നല്ല ആളുകളുമായി കൊണ്ടാണ് നമ്മുടെ സഹവാസം ഉണ്ടാവേണ്ടത്. എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. മറ്റൊന്ന് പറഞ്ഞത്, ഈമാനിന്റെ കാരണമായി പറഞ്ഞത്, അള്ളാഹ് കുഫറിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിനു ശേഷം അതിലേക്ക് മടങ്ങുക എന്നുള്ളത്, കമാ യക്റഹു യുൽഖാ ഫിന്നാർ, തീയിലേക്ക് എറിയപ്പെടുന്നത് പോലെ വെറുപ്പുണ്ടാക്കുക. എത്രയോ ആൾക്കാർ വലാലത്തിലായിരുന്നു. എന്റെ ജാഹിലിയത്തിൽ കള്ളു കുടിച്ചവനാണ്, വ്യഭിചരിച്ചവനാണ്, ഞാൻ മോഷ്ടിച്ചവനാണ്, അതുപോലെ തന്നെ ഒരുപാട് തിന്മകൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയി, ഇനി ഒരിക്കലും അതിലേക്ക് ഞാൻ മടങ്ങുന്നില്ല. കാരണം എന്റെ ദീൻ എനിക്കതിനെ പശ്ചാത്തപിച്ചു മടങ്ങാനും നന്മയുടെ മാർഗവും എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നീ യാതൊരു ജാഹിലിയത്തിലേക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ തീരുമാനിച്ചാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റാനും, അതെല്ലാം മാറ്റിക്കൊണ്ട് നന്മയുടെ മാർഗത്തിലേക്ക് പോകാനും നമുക്ക് അവസരമുണ്ട്, ചാൻസ് ഉണ്ട്. നമ്മുടെ റൂഹ്, നമ്മുടെ ജീവൻ, നമ്മുടെ ശരീരത്തിലുള്ള ആ സമയം, മരണം തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പേ നമ്മൾ മടങ്ങാൻ വേണ്ടി ഒരു പ്രയത്നവും ഒരു ആത്മവിചാരണവും ഒരു മുഹാസബത്തു നഫ്സും നമ്മിൽ നിന്നുണ്ടായാൽ എന്തൊരു നന്മയുടെ മാർഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമാക്കി തരും, അല്ലാഹു എളുപ്പമാക്കി തരും. സഹോദരങ്ങളെ,
അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിഅമത്തും കൊടുത്ത ആൾക്കാരുണ്ടായിരുന്നു. മുമ്പ് കഴിഞ്ഞുപോയ ബനൂ ഇസ്രായേലിന്റെ ചരിത്രം നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട ചരിത്ര മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടേതാണ്. ബനൂ ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നിടത്ത് ഇസ്രായേൽ സന്തതികളെ ഈജിപ്തിൽ നിന്ന് ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടുത്തി അവരെ ഫലസ്തീനിലേക്ക് കൊണ്ടുപോയി മന്നയും സൽവയും നിങ്ങൾക്ക് നൽകപ്പെട്ടത് ആ സന്ദേശങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ, അത് എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോ പക്ഷെ അവരെന്താ പറഞ്ഞത്? ഖാലു സമിഅന, ശരി ഞങ്ങൾ കേട്ടു, വഅസൈന, ഞങ്ങളത് ചെയ്യാൻ ഞങ്ങളില്ല. വഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ൽ, അവരുടെ ഹൃദയങ്ങളിൽ ആ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നതാണ് ലയിച്ചു ചേർന്നത്. നോക്കൂ സഹോദരങ്ങളെ, എത്ര വലിയ മോശമായ കാര്യമാണ് അവർ ചെയ്തത്. എല്ലാ നിഅമത്തും അള്ളാഹ് ചെയ്തു കൊടുത്തിട്ട് പിന്നീട് അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്ത ഒരു കാര്യമാണ്, അള്ളാഹ് വെറുക്കുന്ന കാര്യമാണ് അവർ ചെയ്തത്. നമ്മളോട് ചോദിക്കുക, നമ്മുടെ മനസ്സിൽ ആരാ ഉള്ളത്? അള്ളാഹു റസൂലുമാണോ ഉള്ളത്? നമ്മളൊക്കെ ചെറുപ്പക്കാരുടെ മനസ്സിൽ, അവരുടെ മനസ്സിൽ കൊണ്ടു കിടക്കുക. ഒരു ടീം തോറ്റപ്പോഴേക്കും ചെറിയ കുട്ടികൾ പോലും കരയാണ്. എന്ത് ബന്ധമുള്ളത് നമുക്ക് സഹോദരങ്ങളെ? നമ്മളെ ദീനുമായിക്കൊണ്ട് നമ്മളുടെ മനസ്സിൽ ആരുണ്ട്? റബ്ബുണ്ടോ? അള്ളാഹു ഉണ്ടോ? എനിക്ക് നിഅമത്തുകൾ നൽകുന്ന, എനിക്ക് ആരോഗ്യം നൽകിയ, എനിക്ക് സിഹത്തും ആഫിയത്തൊക്കെ നൽകിയ റബ്ബിനോടും എനിക്ക് ദീനിന്റെ വഴി കാണിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ കൽബുകളിലുണ്ടോ? നമ്മുടെ മക്കളുടെ കൽബുകളിലുണ്ടോ? ആ സുന്നത്തുകൾ എന്തെങ്കിലും നമ്മൾ, ആ ഷിആറുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ? നമ്മളോട് ചോദിക്കുക, നമ്മുടെ കൽബിനോട് ചോദിക്കുക. ആരും കൂട്ടിനുണ്ടാവില്ല, രക്ഷക്കെത്തുകയില്ല സഹോദരങ്ങളെ. അള്ളാഹു റസൂലിന്റെയും മാർഗം സ്വീകരിക്കുക മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ട് കൽബിലേക്ക് റബ്ബും ദീനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗവും നാം ചേർത്തു വെക്കുക. അതാണ് രക്ഷയുടെ മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റേതായ മഹാസിനുകൾ, എല്ലാ നന്മകളും സ്വാംശീകരിച്ചുകൊണ്ട് ആ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മുസ്ലിമാണെന്ന് പറയുന്നതിൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകളിൽ ഇട്ടുതരുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം വിശ്വാസികൾക്കുള്ളത് ഖിയാമത്ത് നാളിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടും എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഹൽ തറൗന ശംസ ഫി ദ്വഹീറ, നട്ടുച്ച സമയത്ത് നിങ്ങൾ സൂര്യനെ നോക്കിക്കാണുന്നില്ലേ? ലൈസ ദൂനഹാ സഹാബ്, യാതൊരു മേഘക്കീറുകളുമില്ലാതെ സൂര്യനെ നിങ്ങൾ ദർശിക്കുന്നില്ലേ? അവർ പറഞ്ഞു നഅം, അതെ. ഫഹൽ തംതറൂന ഫി റുയതിഹ, എന്തെങ്കിലും ഡൗട്ട്, സംശയം നിങ്ങൾക്ക് ആ കാഴ്ചയിലുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു ഇല്ല നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്നകും തറൗന റബ്ബകും കദാലിക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ റബ്ബിനെ, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നതാണ്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം അതാണ് സഹോദരങ്ങളെ. റബ്ബിനെ കണ്ടുമുട്ടും. നമ്മുടെ ദീന്, നമുക്ക് ജീവിതം നൽകിയ, നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയ നമ്മുടെ റബ്ബിനെ കാണുക. ഫമൻ കാന യർജു ലിഖാ റബ്ബി, റബ്ബിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി, അതാണ് ജീവിതത്തെ നന്മയുടെ മാർഗത്തിലൂടെ കൊണ്ടുപോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഉജൂഹു യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, അതേ നാളെ പരലോകത്ത് റബ്ബിലേക്ക് നോക്കുന്നതായ മുഖങ്ങൾ സന്തോഷത്തോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ സഹോദരങ്ങളെ ആ മാർഗം നമ്മൾ മുറുകെ പിടിക്കുക തന്നെ വേണം. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കൂട്ടുകാരെയും നമ്മുടെ നാട്ടുകാരെയും എല്ലാം അതിലേക്ക് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമൈദിൻ ലമഹ്ജൂബൂൻ, തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെടുന്നവരായ ആളുകളുമുണ്ട്. അവർ നിഷേധികളായിരുന്നു, അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് ഇസ്ലാം എന്ന് പറയുന്നതിൽ, മുസ്ലിം എന്ന് പറയുന്നതിൽ യാതൊരുവിധ അഭിമാനവും ഉണ്ടായില്ല. അവർക്ക് അപമാനമായിരുന്നു. അവർ എക്സ് എന്നറിയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചു. ഇസ്ലാമിനെ വിമർശിക്കാനും ഇസ്ലാമിനെ കളിയാക്കാനും പരിഹസിക്കാനും ഒക്കെ സമയം കണ്ടെത്തി. അങ്ങനെയുള്ള ആളുകൾക്ക് അവരിൽ നിന്ന് തടയിടപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം അത് നമ്മൾ കാത്തു സൂക്ഷിക്കുക. തൗഹീദ്, അഖീദ അത് നമ്മൾ ഉറപ്പിക്കുക. നമസ്കാരം നമ്മൾ കാത്തു സൂക്ഷിക്കുക. സുന്നത്തുകൾ മുറുകെ പിടിക്കുക. പാപങ്ങൾ വെടിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
ആ ഒരു തിരുമുഖം ദർശിക്കുവാനുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി ജീവിക്കുക. ഈ അഹ്ലുസുന്ന വൽ ജമാഅയുടെ മാർഗം അത് അള്ളാഹുവിന്റെ ദീനാണ്. വഹയിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് ഒന്നുപോലും നിസ്സാരമായി കാണരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ഷൈആ, നന്മയിൽ നിന്നൊന്നും നിങ്ങൾ നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ, നിന്റെ സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് പോലും നിനക്ക് സദഖയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഏതൊരു ദീനാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്, അതിന് നിങ്ങൾക്ക് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാമെങ്കിൽ പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ അത് തീവ്രവാദത്തിന്റെയോ ഭീകരവാദത്തിന്റെയോ അതല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുന്നതോ ആകുന്നത് എങ്ങനെ? അതാണ് ഒരിക്കലും മനുഷ്യരുടെ നന്മക്കെതിരായ ഒരു കാര്യവും ഖുർആനിലില്ല, സുന്നത്തിലില്ല, ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. സഹോദരങ്ങൾ, ഇത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതേതെങ്കിലും ആളുകൾ എഴുതി ഉണ്ടാക്കിയതല്ല, എന്തെങ്കിലും മാനിഫെസ്റ്റോ അല്ല, ഇതേതെങ്കിലും തീരുമാനങ്ങളല്ല, മറിച്ച് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ച റബ്ബിന്റെ വചനങ്ങളാണ്. ആ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഓരോന്നും പറയുന്നത്. അതുകൊണ്ട് അതിലുള്ള അഭിമാനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നതാണ് കുറഞ്ഞ സമയം കൊണ്ട് ഓർമ്മപ്പെടുത്തിയത്. ആ ഒരു ശഖ്സിയത്തുൽ മുസ്ലിം പേഴ്സണാലിറ്റി അത് നമ്മൾ എവിടെയും കാത്തു സൂക്ഷിക്കുക. ഒരാളെയും ഭയപ്പെടാതെ റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് നമ്മൾ മുന്നേറുക. റബ്ബിനോട് ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ലദ്ദത നദരി ഇലാ വജ്ഹിക്കൽ കരീം, റബ്ബേ നിന്റെ തിരുമുഖം ദർശിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ. വശൗഖ ഇലാ ലിഖായിക, റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം റബ്ബേ ഞങ്ങൾക്കുണ്ടാക്കണേ. വജഅൽനാ മിൻ അഹ്ലിൽ ജന്ന, ഞങ്ങളെ നീ സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ എവിടെയായിരുന്നാലും ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസന, തെറ്റുകൾ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നന്മകൾ ഒരുപാട് തുടർത്തുക. തംഹുഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മായ്ച്ചു കളയും. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ, ഒരു നല്ല ക്യാരക്ടർ, നല്ല ബിഹേവിയർ, ആളുകളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുക. നമ്മുടെ ദീനാണ് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹ, എത്രയെത്ര ആയത്തുകൾ, എത്രയെത്ര ഹദീസുകൾ. നീ ജനങ്ങളോട് മുഖം തിരിക്കരുത്. നിന്റെ മുഖം തിരിച്ച് ആളുകളോട് ചിരിക്കാതെ പുഞ്ചിരിക്കാതെ സലാം പറഞ്ഞു പോവുക എന്നതില്ല. നീ പരുഷ സ്വഭാവിയാവരുത്. സോഫ്റ്റ്നെസ്, അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നോക്കൂ സഹോദരങ്ങളെ, ഖുർആനിന്റെ ആയത്തുകളാണ്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളോട് നീ കവിൾ കോട്ടരുത്, അഹങ്കാരത്തോടു കൂടി നടക്കരുത്. അല്ല മനുഷ്യ, നിനക്ക് സാധ്യമല്ല. ഇന്നക ലൻ തുഖ്രിഖൽ അർദ വലൻ തബ്ലുഗൽ ജിബാല തൂല, നീ ദുനിയാവിൽ അഹങ്കരിച്ച് നടക്കേണ്ടതില്ല. ഭൂമിയെ ചവിട്ടിപ്പിളർക്കാനോ ആകാശത്തോളം ഉയരുവാനോ നിനക്ക് സാധ്യമല്ല. ദുർബലനാണ്, മനുഷ്യന്മാർ ദുർബലനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിന്റെ തൗഫീഖോടുകൂടി സഹായത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, റബ്ബേ നിന്നെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും പരിശ്രമവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ മുന്നേറാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا توفنا مسلمين والحقنا بالصالحين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أحينا مسكينا وأمتنا مسكينا واحشرنا مع الموحدين يا رب العالمين. اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا ميتا إلا رحمته ولا بلاء إلا رفعته ولا مريضا إلا شفيته يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.